കേരളത്തിലെ ക്രിസ്തീയ ഗാന ചരിത്രത്തിലെ നാഴികക്കല്ലായി തീർന്ന ഒരു ഗാനം. ഈ ഗാനത്തിന് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിനെ ഒരു നൂറ്റാണ്ടിൻ്റെ സംഗീതം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭയുടെ സിഗ്നേച്ചർ സോങ് ആയിട്ട് ഈ ഗാനത്തെ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1920-50 കാലഘട്ടത്തിലാണ് പെന്തക്കോസ്ത് സഭ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത്. അന്ന് അവർ ഒരുപാട് പരിഹാസങ്ങളും പീഡനങ്ങളും നേരിട്ടിരുന്നു. ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെന്തക്കോസ്ത് സഭയിലെ ആദ്യകാല ഉപദേശകന്മാരിൽ ഒരാളായിരുന്ന CV താരപ്പൻ ഉപദേശി തൻ്റെ വിശ്വാസികളെ ശക്തിപ്പെടുത്താനായി എഴുതിയ പാട്ടാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. താരപ്പൻ ഉപദേശി ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ട് കാഹളനാദം കേൾക്കാറായി എന്ന ഈ ഗാനമാണ്. അതിൻ്റെ പിന്നിലൊരു സംഭവ കഥയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃശ്ശൂരിലെ പരമ്പരാഗത പട്ടത്ത സഭകളിൽപ്പെട്ട ഒരു 17 വയസ്സുള്ള പെൺകുട്ടി പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരികയും അവരോടൊപ്പം ആരാധിക്കുകയും ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടാത്ത അവളുടെ ബന്ധുക്കൾ അവളെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ഒരു ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ ആ പെൺകുട്ടി ആ ചങ്ങലയിൽ കിടന്ന് തന്നെ മരണമടയുന്നു. ഈ വിവരമറിഞ്ഞ താരപ്പൻ ഉപദേശി ആത്മാവിൽ നിറഞ്ഞ് എഴുതിയതാണ് ഈ ഗാനമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ സംഭവത്തിന് എത്രത്തോളം ആധികാരികതയുണ്ട് എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ ഗാനത്തിൻ്റെ ചില വരികൾ വിരൽ ചൂണ്ടുന്നത് ഈ സംഭവ കഥയിലേക്കാണ്. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നുവെന്നും അതിനായി നാം ഓരോരുത്തരും തയ്യാറായി നിൽക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഗാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്.